ഹായ് ഗെയ്സ്, ഞാൻ നിങ്ങളെ പ്രത്യേകിച്ചൊരു കാഴ്ച കാണിക്കാൻ വേണ്ടി ആണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പം നെൽകൃഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കുന്നുകളും ഇടിച്ചു നിരത്തി വയലിൽ കൊണ്ട് ഇടുകയും അവിടെ പിന്നെ വീട് വെക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നീണ്ട് പരന്ന് കിടക്കുന്ന നെൽകൃഷി എന്തൊരു മനോഹരമാണ് എന്നറിയാമോ? എന്തൊരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണിത്. ആര് കണ്ടാലും കണ്ണിന് കുളിരണിയിക്കുന്ന ഒരു കാഴ്ചയാണിത് കാണുന്നത്. ഇവിടെയും വന്യമൃഗശല്യം ഉണ്ട്. അതിൻ്റെ ഭാഗമായി കർഷകർ അവരുടെ പഴയ സാരിയൊക്കെ പൊറുക്കിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടാണ് ഈ നെൽകൃഷി സംരക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഇവർ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. വന്യമൃഗശല്യം എവിടെയും രൂക്ഷമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. മറ്റ് നാട്ടിൻപുറത്തൊന്നും പന്നി അങ്ങനെ മറ്റ് മൃഗങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. പക്ഷേ ഇപ്പം എവിടെയും പുലിയും കടുവയും കാട്ടുപന്നിയും മൊത്തം കൃഷി നശിപ്പിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എങ്കിലും ഈ കൃഷിയിൽ നിന്ന് ഈ പുതുതലമുറ അന്യം നിൽക്കുന്ന ഈ കാലത്ത് ഈ നെൽകൃഷി ഈ കാണുന്നത് വളരെയധികം സന്തോഷം തന്നെയാണ്. ഈ നാട്ടിലെ കുറച്ച് നല്ലവരായ ജനങ്ങളാണ് ഈ കൃഷി ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മനോഹരമായ കാഴ്ച നിങ്ങളെല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കി. നെൽകൃഷി കൊയ്യാനായ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഈ കൃഷി വിളവെടുപ്പിന് തയ്യാറാകും. അപ്പോൾ ഇത് കാണുമ്പം വളരെ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയല്ലേ ഇത്. ഇപ്പം കുന്നുകളൊക്കെ നിരത്തി കൃഷിയില്ലാതിരിക്കുന്ന ഈ കാലത്ത് തവറൂർ പാടശേഖരത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എത്ര മനോഹരമാണ് ഇതെന്ന് നോക്കിയേ. എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ. നീലാകാശവും താഴെ കൊയ്യാൻ പാകമായ ഈ വയലൊക്കെ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും ഒരു സന്തോഷം തോന്നുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ ഉള്ളിൽ കവിത വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. എത്ര മനോഹരമായ നെൽകൃഷിയാണെന്ന് നോക്കിയേ. പറയാൻ പറ്റൂല. ആഹാ, എത്ര മനോഹരം, എത്ര മനോഹരം. നീണ്ട് പരന്ന് കിടക്കുന്ന ഈ വയലുകൾ ഇത് കണ്ടാൽ തന്നെ ഏതൊരു മനുഷ്യനും സന്തോഷം തോന്നും. പണ്ട് നമ്മളെ നാട്ടുകാർക്കും ഒക്കെ ഈ നെൽകൃഷിയായിരുന്നു ശരിക്കൊരു ഉപജീവന മാർഗം. പക്ഷേ ഇന്ന് ഈ പുതിയ തലമുറ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ നാട്ടുകാർ, ഈ തവറൂർ പാടശേഖരത്തിൽ ഈ കൃഷി ഇറക്കിയ ഈ നാട്ടുകാർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് ഈ കൃഷി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം തരുന്ന ഒരു